ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴമാണെങ്കിലും ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി, മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കരുത്. ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ആ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഒരു മുട്ട തന്നെ മതിയാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എന്നാലും ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത്രയും അളവിൽ പഞ്ചസാര ഇതിലേക്കൊരു കറക്റ്റ് മധുരമാണ് ഉണ്ടായിട്ടുള്ളത്. അധികമായിട്ട് ഓവറായിട്ട് മധുരമില്ല, എന്നാൽ കുറവുമില്ല, ആ ഒരു രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും ഈ ഒരു പാൽപ്പൊടിയും ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഈ ഒരു പാൽപ്പൊടിക്ക് പകരം നമുക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്കിത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലൂസാണ്, ഇതിൽ കുറച്ച് പൊടി ഒന്ന് കുറവാണ്. അപ്പോൾ ഒരു 1/4 കപ്പും കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ മൊത്തത്തിൽ 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിലാണ് ഈ മാവ് വേണ്ടത്. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഒരു കുഴിയുള്ള ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂൺ ഇതുപോലെ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തിട്ട് ഒരു 10 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. അതിനുശേഷം ഒരു ഭാഗം ഒന്ന് കളറ് മാറി വന്നാൽ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 ഭാഗവും ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റി വെക്കാം.
അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണിത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ദാ നമ്മുടെ സ്നാക്കൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ ഒരു തേങ്ങയും ആ പഴത്തിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് കടിക്കുന്നുണ്ട് തന്നെ ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.